ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ചക്കയെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാം എടുത്ത് കളയുകയാണ് പതിവ്. എന്നാൽ ഈ ചവണി കൊണ്ട് നമുക്കൊന്നൊരു സ്വാദിഷ്ടമായിട്ടുള്ള വിഭവം ഉണ്ടാക്കാം. ഇതിന് വേണ്ടി ഞാൻ ഈ ചവണിക്കകത്തുനിന്ന് കുറച്ച് നല്ലതെടുത്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പം കൂട്ടം കൂടി നിൽക്കുന്ന ചവണിയാണ്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങയാണ്. അത് നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താം. ചക്കയുടെ ഒരു ഭാഗവും നമുക്ക് ഉപയോഗശൂന്യം അല്ലാത്തതില്ല. കരിമുള്ളിന് വരെ അതിൻ്റേതായിട്ടുള്ള ഉപയോഗങ്ങളുണ്ട്. അപ്പം ചക്കക്കുരുവിൻ്റെ പാട മാത്രമേ ഉള്ളൂ നമ്മൾ കളയേണ്ടത്. ബാക്കിയെല്ലാം നമുക്ക് ഓരോ ഡിഷ് ഉണ്ടാക്കാൻ എടുക്കാം. ഇന്ന് ഞാൻ ഈ ചവണി ഒന്ന് ക്ലീനാക്കി എടുക്കാം. കൈ സ്വല്പം മയം പരത്തിക്കൊണ്ട് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നമുക്കിത് വിഷമടിക്കുന്ന കാബേജിനെക്കാട്ടിലൊക്കെ ഗുണമുള്ള സാധനമാണ്. ആ കാബേജൊക്കെ തോരൻ വെക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. കടുക് വറക്കുമ്പോൾ ഉഴുന്നോ അരിയോ ഇച്ചിരി വറുത്തിടുന്നത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര ഒരു 3-4 പേരുള്ളിടത്ത് അത്യാവശ്യം തോരൻ വെക്കാനുണ്ട്. ഇനി നമ്മൾ വേറൊരു വിദ്യയും കൂടെ ഞാൻ ഈ ചവണി കൊണ്ടുള്ള ഉപയോഗം ഞാൻ പറഞ്ഞു തരാം. ചവണി മാത്രമായിട്ട് നമ്മൾ എടുത്തൊന്ന് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ മിച്ചറിന് വറുത്തിടുമ്പോൾ ഇതുകൂടെ വറുത്തിടാൻ നല്ലതാണ്. തോരൻ ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, വെളുത്തുള്ളി, കരിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കടുക് വറുത്തിട്ട് അതിലോട്ടിട്ട് തോത്തിയെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് തോരൻ്റെ സാധനം ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അധികം വേവുള്ള സാധനം അല്ലല്ലോ. തോരൻ എന്തായാലും നോക്കാം. നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. എന്താ അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവരുടെ കമൻറ്റുകൾ അറിയിക്കുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചകിരി തോരനാണ് റെഡിയായിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പച്ചക്കറികളെല്ലാം മാരകമായിട്ടുള്ള വിഷങ്ങളാണ് നമുക്കെല്ലാം തരുന്നത്. അത് നമ്മൾ വേണ്ടുന്ന രീതിയിലൊന്നും പ്രിപ്പയർ ചെയ്തല്ല കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വീട്ടിൽ കിട്ടുമ്പോൾ നല്ലതായിട്ട് എടുത്ത് ഉപയോഗിച്ച് നമ്മുടെ ആരോഗ്യം കാക്കുക. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.